കിരൺ ബാബു ചേരും. അതോടൊപ്പം തന്നെ രാഷ്ട്രീയ നിരീക്ഷകരായ ശ്രീ എം.എൻ. കാരശ്ശേരിയും ശ്രീജിത്ത് പണിക്കരും ചർച്ചയുടെ ഭാഗമാകുന്നു. ആദ്യം ശ്രീജിത്ത് പണിക്കർ, താങ്കൾ ഈ പ്രാൺപ്രതിഷ്ഠാ ചടങ്ങിനായി യുപിയിലെത്തിയിരുന്നു. ഇന്നിപ്പോൾ അവിടെ തന്നെയാണോ ഉള്ളത്? ക്ഷേത്രത്തിൽ ദർശനം നടത്തിയിരുന്നോ? ശ്രീ അഭിലാഷ്, ഞാനിപ്പോൾ യുപിയിലാണുള്ളത്. ഞാനിവിടെ താമസിക്കാനായിട്ട് തിരഞ്ഞെടുത്തത് ലക്നൗ ആണ്. അപ്പൊ ഇന്നലെ രാവിലെ ഇവിടെ നിന്ന് ഏതാണ്ട് 140 കിലോമീറ്റർ അപ്പുറത്താണ് അയോധ്യ. അപ്പൊ ഇന്നലെ രാവിലെ ഇവിടെ നിന്ന് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ രാവിലെ ഏതാണ്ട് 9 മണിയോട് കൂടി അവിടെ എത്തുന്നു. ഈ പരിപാടി പൂർണ്ണമായിട്ടും കണ്ടു. അതിനുശേഷം ഈ ക്ഷണിക്കപ്പെട്ട അതിഥികൾക്ക് ദർശനത്തിനുള്ള സൗകര്യം ഉണ്ടായിരുന്നു. അങ്ങനെ വളരെ ഭംഗിയായിട്ട് ദർശനവും കഴിഞ്ഞിട്ട് ഇന്നലെ രാത്രിയാണ് തിരിച്ചെത്തിയത്. ഇപ്പോഴും ലക്നൌവിൽ തന്നെയാണ്. ഇന്നാണ് വൈകുന്നേരത്തേക്കാണ് തിരുവനന്തപുരത്തേക്ക് തിരിച്ചു മടങ്ങുന്നത്. റൈറ്റ്, തീർച്ചയായും താങ്കളെപ്പോലെ നിരവധിയായ ആളുകൾ ക്ഷണം ലഭിച്ച് കേരളത്തിൽ നിന്നടക്കം പങ്കെടുത്തു എന്നുള്ളത് വസ്തുതയാണ്. നമ്മൾ ഇന്നിപ്പോൾ അയോധ്യയുടെ ഭക്തി മാറ്റിവെക്കുകയാണ്. ഇന്നലെ ഞങ്ങൾ തുടർച്ചയായി ഈ അയോധ്യയിലെ പ്രാൺപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് നോൺ സ്റ്റോപ്പ് കവറേജാണ് നൽകിയിരുന്നത്. അങ്ങനെ ഒരു ക്ഷേത്രം അവിടെ പണിയുമ്പോൾ, സുപ്രീം കോടതി വിധിയെ തുടർന്ന് ഒരു ക്ഷേത്രം നിർമ്മിക്കുമ്പോൾ അവിടുത്തെ ചടങ്ങുകളടക്കം കേരളത്തിലെ പ്രേക്ഷകർ കാണാൻ ആഗ്രഹിച്ചിരുന്നു. അത് ഏറ്റവും നല്ല റിപ്പോർട്ടിംഗ് എന്ന നിലയിൽ തന്നെ ഞങ്ങൾ അത് നൽകുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ രാഷ്ട്രീയം, അയോധ്യയുടെ രാഷ്ട്രീയത്തെ ഞങ്ങൾ ആ രാഷ്ട്രീയമായി തന്നെയാണ് കാണുന്നത്. പ്രത്യേകിച്ച് താങ്കൾക്കറിയാമല്ലോ, പതിറ്റാണ്ടുകളായി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ BJP ആണ് അയോധ്യ എന്ന വിഷയത്തെ ഉയർത്തി കാണിച്ചുകൊണ്ടിരുന്നത്. അവരുടെ പ്രകടന പത്രികയിൽ അടക്കം ഉണ്ടായിരുന്ന വാഗ്ദാനങ്ങളിൽ ഒന്നാണ് അയോധ്യയിൽ രാമക്ഷേത്രം പണിയും എന്നുള്ളത്. ഒരുപക്ഷെ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് അത് അവകാശപ്പെടാൻ സാധിക്കുമായിരുന്നോ എന്ന സംശയമുണ്ട്. കാരണം കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന വിഷയമാണ്. കോടതി അയോധ്യയിൽ ക്ഷേത്ര നിർമ്മാണത്തിന് അനുമതി നൽകിയില്ല എങ്കിൽ അതിനെ ലംഘിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ BJPക്ക് എന്നല്ല ഒരു രാഷ്ട്രീയ പാർട്ടിക്കും സാധിക്കുമായിരുന്നില്ല. എന്തായാലും കോടതിയിൽ നിന്ന് അനുകൂലമായ വിധിയുണ്ടാകുന്നു. അവിടെ ക്ഷേത്രം നിർമ്മിക്കുന്നു, പ്രാൺപ്രതിഷ്ഠ പൂർത്തിയാക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ആ പ്രാൺപ്രതിഷ്ഠയുടെ മുഖ്യ യജമാനൻ ആയിരുന്നത്. ഇനി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അയോധ്യയ്ക്കുള്ള പങ്ക് എന്ത് എന്നാണ് താങ്കൾ നിരീക്ഷിക്കുന്നത്? രണ്ട് രീതിയിലാണ് ഞാൻ ഇതിനെ കാണുന്നത്. ഒന്നാമതായി, ഇപ്പൊ താങ്കൾ പറഞ്ഞതുപോലെ അവരുടെ പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തിയിരുന്ന ഒരു കാര്യമാണ്. അത് ശരിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് വീണ്ടും രണ്ട് ഭാഗങ്ങളുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. ഒന്ന്, BJP നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ ഒരു റൈറ്റ് വിംഗ് പാർട്ടിയാണ്. ലോകത്ത് എവിടെയാണെങ്കിലും ഒരു റൈറ്റ് വിംഗ് ഐഡിയോളജി എന്ന് പറയുന്നത് രാഷ്ട്രീയത്തിൽ മതത്തിന് കൃത്യമായിട്ടുള്ള സ്വാധീനം ഉണ്ടായിരിക്കണം എന്ന രീതിയിലാണ്. ഇടതുപക്ഷത്തിന് അതിൽ വ്യത്യസ്ത നിലപാടുണ്ട്. പക്ഷേ റൈറ്റ് വിംഗ് ഐഡിയോളജി എന്ന് പറയുന്നത് ലോകത്തിൽ എവിടെയാണെങ്കിലും മതവും രാഷ്ട്രീയവും വളരെ അടുത്ത രീതിയിൽ ഇഴുകിച്ചേർന്ന ബന്ധമാണ് എന്ന രീതിയിലാണ്. അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അതിനെ ഒരു റൈറ്റ് വിംഗ് ഐഡിയോളജിയുടെ ഭാഗമായതുകൊണ്ട് തന്നെ അവരുടെ തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോയിൽ അതിനെ ഉൾപ്പെടുത്തുക എന്നതിൽ അസ്വാഭാവികത ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ട്, താങ്കൾ പറഞ്ഞതുപോലെ അത് ഒരു തർക്ക വിഷയമായിരുന്നു. ആ തർക്ക വിഷയം എന്ന് പറയുന്നതിനെ നിയമപരമായിട്ട് തന്നെ പരിഹരിക്കപ്പെടേണ്ടതായിരുന്നു. അപ്പൊ അതുകൊണ്ട് സുപ്രീം കോടതി ആ ഒരു വിഷയത്തിൽ ഒരു അന്തിമ തീർപ്പ് കൽപ്പിക്കുന്നത് ക്ഷേത്രത്തിന് വിരുദ്ധമായിട്ടായിരുന്നുവെങ്കിൽ BJP എന്ത് നിലപാടെടുക്കുമായിരുന്നു എന്നുള്ളത് ശരിയായ രീതിയിലുള്ള ഒരു ചോദ്യം തന്നെയാണ്. പക്ഷേ അവരുടെ മാനിഫെസ്റ്റോയിൽ പറഞ്ഞിരിക്കുന്ന ആ ഒരു പ്രഖ്യാപനത്തിന് അതുമായിട്ട് യാതൊരു വിധത്തിലുള്ള ബന്ധവുമില്ല. അതിൽ പറഞ്ഞിരിക്കുന്നത് അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിക്കും എന്ന് മാത്രമാണ്. അപ്പൊ അത് തീർച്ചയായിട്ടും പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ അത് ഒരിക്കലും ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാമല്ല ഇന്നലെ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് തന്റെ പ്രസംഗത്തിൽ പറഞ്ഞത്, എവിടെയാണോ ക്ഷേത്രം നിർമ്മിക്കാൻ ആഗ്രഹിച്ചിരുന്നത് അവിടെ തന്നെ ഞങ്ങൾ ക്ഷേത്രം പടുതു എന്ന്. തീർച്ചയായിട്ടും അത് പ്രധാനമന്ത്രിയും പറയുകയുണ്ടായി. അതിന് അദ്ദേഹം സുപ്രീം കോടതിയോട് അദ്ദേഹം നന്ദി പറയുകയും ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ്. കാരണം അത് പല ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അത് ഈ കേവലം VHPക്കോ അല്ലെങ്കിൽ RSSനോ BJPക്കോ മാത്രം ഉണ്ടായിരുന്ന ഒരു താല്പര്യമല്ല. 1992 ഈ പള്ളി പൊളിക്കുന്നതുമായി ബന്ധപ്പെട്ട് മുൻനിരയിൽ നിന്നിരുന്നത് ഇവരൊക്കെ ആയിരുന്നു എങ്കിൽ പോലും അവിടെ ഒരു രാമക്ഷേത്രം രാമന്റെ തട്ടകമായിട്ടുള്ള അയോധ്യയിൽ ഉണ്ടാകണമെന്നുള്ളത് ഒരു വളരെ ജനറൽ ആയിട്ടുള്ള ഒരു ഹിന്ദു കോൺസെപ്റ്റാണ്. അപ്പോ രാമക്ഷേത്രത്തിനെ അവിടെ പള്ളി പൊളിച്ചിട്ട് പിന്നെ അവിടെ സ്ഥാപിക്കണം എന്ന രീതിയിൽ ചിന്തിക്കുന്ന ആൾക്കാരുടെ മാത്രം ഒരു ആഗ്രഹമായിരുന്നില്ല. അപ്പൊ അങ്ങനെ നോക്കിയാൽ ഒരു വലിയ മേജർ ഹിന്ദു കോസ് ആണ് അത്. മതപരമായിട്ടുള്ള വിശ്വാസപരമായിട്ടുള്ള ഒരു കാര്യമാണ്. അതിനെ BJP സ്വീകരിക്കുകയും അതിന് അവരെ കൊണ്ട് പറ്റുന്ന രീതിയിലത്തേക്കുള്ള കാര്യങ്ങളെല്ലാം തന്നെ അവർ ചെയ്യുകയും ചെയ്തു എന്ന് പറഞ്ഞത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അവരുടെ ഐഡിയോളജിയുടെ ഭാഗമാണ്. ആൾക്കാരുടെ മുന്നിലേക്ക് അത് വെച്ചതാണ്. അത് കേവലം ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മാത്രമായിരുന്നില്ല. നമ്മൾ ഈ പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാമജന്മഭൂമി വിഷയം വളരെ വലിയ രീതിയിലത്തേക്ക് കഴിഞ്ഞ ഒരു 30 വർഷമായിട്ട് വരുന്ന സമയത്ത് ഓരോ ദേശീയ തെരഞ്ഞെടുപ്പിലും BJPയെ സംബന്ധിച്ചിടത്തോളം അദ്വാനിയുടെ നേതൃത്വത്തിൽ നടന്ന രഥയാത്രയ്ക്ക് ശേഷം എല്ലാ തെരഞ്ഞെടുപ്പുകളിലും വിഷയമായിരുന്നു. അതെ, അത് പലപ്പോഴും കോൺഗ്രസ് ഉൾപ്പെടെയുള്ള മറ്റ് പ്രതിപക്ഷ പാർട്ടികൾ എല്ലാവരും തന്നെ അല്ലെങ്കിൽ ഇവരുടെ വിരുദ്ധ ചേരിയിലുള്ള പാർട്ടിക്കാർ എല്ലാവരും തന്നെ ഇവരെ പലപ്പോഴും അതിന്റെ പേരിൽ ആക്ഷേപിച്ചതുമാണ്.
അതെ. അതായത് നിങ്ങൾ ഇവിടെ ഇങ്ങനെ ഇതെല്ലാ വർഷത്തേക്കും എല്ലാ കാലത്തേക്കും ഇങ്ങനെ ഒരു വലിയ വിഷയമായിട്ട് കത്തിച്ചു നിർത്തുക എന്നുള്ളതാണ് നിങ്ങളുടെ താല്പര്യം. അതിന്റെ പേരിൽ ഒരു ഹിന്ദുമത പ്രീണനവും രാഷ്ട്രീയമായിട്ട് മുതലെടുക്കുക, വോട്ട് ബാങ്കിനെ ഉണ്ടാക്കുക തുടങ്ങിയവയാണ് നിങ്ങളുടെ താല്പര്യം. അല്ലാതെ ഒരിക്കലും അവിടെ രാമക്ഷേത്രം ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് പറഞ്ഞിരുന്ന നിരവധിയായിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നു. പക്ഷേ ഈ കോടതി വിധി വന്നതിന് ശേഷം അയോധ്യയിലെ ആ ഒരു മന്ദിരം അവിടെ ഉണ്ടായിരിക്കുന്നത് എത്രത്തോളം വലുതാണ് എന്നുള്ളതും അതിൽ എത്രത്തോളം ഇൻട്രിക്കേറ്റ് ആയിട്ടുള്ള കാർവിങ്സും മറ്റു കാര്യങ്ങളും എല്ലാമാണ് അവിടെ ഉണ്ടായിരിക്കുന്നത് എന്നും കൂടി നോക്കിക്കഴിഞ്ഞാൽ അതിന് വേണ്ടുന്ന സമയം വളരെ കുറച്ച് സമയത്തിനുള്ളിൽ അത്രയും വളരെ വലിയ രീതിയിലുള്ള ഒരു പ്രയത്നം അവിടെ നടത്തിയതിനു ശേഷമാണ് ആ ട്രസ്റ്റ്. അവിടെ ഒരു സംശയം കൂടിയുള്ളത് ശ്രീജിത്ത് പണിക്കർ, താങ്കൾ തന്നെ സൂചിപ്പിച്ചല്ലോ, ഇതിനു മുമ്പുള്ള തെരഞ്ഞെടുപ്പുകളിലൊക്കെ ഇത് വിഷയമായിരുന്നു എന്ന് പറയുമ്പോൾ അവിടെ BJPക്ക് എന്താണ് പറയാനുണ്ടായിരുന്നത്? ഞങ്ങൾ അധികാരത്തിലെത്തിയാൽ ഈ അയോധ്യയിലെ ക്ഷേത്രം പണിയും എന്ന് പറയുന്നു. അത് സുപ്രീം കോടതിയുടെ പിൻബലത്തിൽ അത് നിർമ്മിച്ചു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇനി ആ നിർമ്മിക്കപ്പെട്ട ക്ഷേത്രം അത് BJP എങ്ങനെ പ്രയോജനപ്പെടുത്തും എന്നാണ് താങ്കൾ കരുതുന്നത്? ഞാൻ മനസ്സിലാക്കുന്നത് ലോകത്തിൽ ഒരുപക്ഷെ ഏതൊരു പൊളിറ്റിക്കൽ പാർട്ടിയും പ്രഖ്യാപിച്ചിട്ട് നടപ്പാക്കിയിരിക്കുന്ന ഏറ്റവും വലിയ പ്രഖ്യാപനങ്ങളിൽ ഒന്ന് ഇത് തന്നെയാണ്. പലപ്പോഴും വളരെ മാമത്തായിട്ടുള്ള കുറേയധികം പ്രഖ്യാപനങ്ങൾ ആൾക്കാർ നടത്താറുണ്ട്. പക്ഷെ ഒരു വലിയ പ്രഖ്യാപനം നടത്തുകയും അത് നിരന്തരമായിട്ട് ആവർത്തിക്കുകയും സുപ്രീം കോടതി അതിന് അനുകൂലമായിട്ടുള്ള ഒരു വിധി പ്രഖ്യാപിക്കുന്ന സമയത്ത് അതിന്റെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോയിട്ട് അതിനെ സാക്ഷാത്കരിക്കുക, അടുത്ത ഒരു തെരഞ്ഞെടുപ്പിൽ കൂടി അതിനെ ഞങ്ങൾ അവിടെ ക്ഷേത്രം നിർമ്മിക്കും എന്ന രീതിയിലത്തേക്ക് വീണ്ടും ഒരു പ്രഖ്യാപനം ആവർത്തിക്കാതെ ആ കോടതിയുടെ ഉത്തരവ് വന്നതിന് ശേഷമുള്ള അടുത്ത 5 വർഷത്തിനുള്ളിൽ അത് പൂർത്തീകരിക്കുക എന്ന് പറയുന്നത് വളരെ വലിയൊരു പ്രോമിസിന്റെ ഫുൾഫിൽമെന്റ് ആണ്. അപ്പൊ അതിനെ എല്ലാ കാലത്തേക്കും ആ ഒരു വിഷയമായിട്ട് കത്തിച്ചു നിർത്തുക എന്നതിനപ്പുറത്തേക്ക് ഒരു ഇലക്ടറൽ പ്രോമിസ് എന്തിന്റെ പേരിലാണോ ആൾക്കാരോട് വോട്ട് ചോദിച്ചത് അത് ഫുൾഫിൽ ചെയ്തു വന്നിരിക്കുന്നത് വളരെ വലിയൊരു കാര്യമാണ്. അപ്പൊ ഇനി അടുത്ത ഒരു തെരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ ഈ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് അവർക്ക് രാമക്ഷേത്രം ഞങ്ങൾ പൂർത്തീകരിച്ചു, ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞ വാക്ക് പാലിച്ചു, വാഗ്ദാനം നിറവേറ്റി എന്ന് പറയാം എന്നതിനപ്പുറത്തേക്ക് വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ നോക്കിക്കഴിഞ്ഞാൽ അതൊരു ഇലക്ട്രൽ വിഷയമല്ല. നേരെ മറിച്ച് അവർക്ക് എല്ലാ കാലത്തും, അത് ഇന്നെന്നല്ല 100 വർഷം കഴിഞ്ഞിട്ടാണെങ്കിലും, ഒരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ നിങ്ങളുടെ വിശ്വാസ സംബന്ധിയായിട്ട് നൽകിയിരുന്ന ഏറ്റവും വലിയ പ്രോമിസ് കീപ്പ് ചെയ്തവരാണ്. അതുകൊണ്ട് ആ വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ ആത്മാർത്ഥമാണ് എന്നവർക്ക് പറയുകയും അതിന്റെ രീതിയിലത്തേക്ക് അവർക്ക് രാഷ്ട്രീയമായി കൂടി തന്നെ ആ ഒരു ലാഭം ഉണ്ടാക്കുകയും ചെയ്യാം. അതിൽ തെറ്റുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം അതൊരു റൈറ്റ് വിങ് ഐഡിയോളജിയുടെ ഭാഗമായിട്ടുള്ള കാര്യം കൂടി.